ഇന്നലെ എന്താണ് നടന്നത്? അയാളുടെ ജാമ്യ ഹർജി കോടതി തള്ളിക്കളയുന്നു. ആ നിമിഷം, അടുത്ത നിമിഷം, ഒരു നിമിഷം പോലും വൈകാതെ കോൺഗ്രസിന്റെ തീരുമാനം വരുന്നു, പത്രക്കുറിപ്പ് ഇറങ്ങുന്നു, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം കേരളത്തെ അറിയിക്കുന്നു. അതോടുകൂടി ഇതിന്റെ ഒരു ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഈ സംഭവവികാസത്തിന്റെ, അതിന്റെ പ്രാധാന്യത്തിന്റെ, അതിന്റെ ഒരു ഫോക്കസ് നേരെ കോൺഗ്രസിന്റെ നടപടികളിലേക്ക് മാറുകയാണ് ചെയ്തത്. ഉച്ചയോടുകൂടി തന്നെ അയാളുടെ ജാമ്യ ഹർജി തള്ളിയതാ. ഉടനെ കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ വരുന്നു. ആ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളുടെ പ്രാധാന്യത്തിന്റെ ഒരു ഫോക്കസ് കോൺഗ്രസിന്റെ തീരുമാനത്തിലേക്കും കൂടി മാറുന്നു. അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, അതിലേക്കും കൂടി അതും ശ്രദ്ധിക്കപ്പെടുന്നു. ആളുകൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നന്നായി എന്ന് പറയുന്നു. ഉടനെ തന്നെ മറ്റൊരു ചിത്രം ഉണ്ടാക്കി, ഇതാ രാഹുൽ കീഴടങ്ങാൻ വരുന്നു. ചിലരങ്ങനെ പറഞ്ഞു, കീഴടങ്ങാൻ വരുന്നു ഹോസ്ദുർഗ് കോടതിയിൽ കാസർഗോഡ്. മറ്റൊരു പറഞ്ഞു കസ്റ്റഡിയിലാണ്, അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങളാണ് ഈ പ്രധാനപ്പെട്ട വിവരം മാരോവരെ ആദ്യം അറിയിക്കുന്നത് എന്ന് പെരുപ്പറ കൂട്ടി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഹോസ്ദുർഗ് കോടതിയിൽ വന്നുമില്ല, അയാളെ പോലീസ് ഹാജരാക്കിയുമില്ല. എങ്കിൽ പോലും ഇനി ഈ സംഭവത്തിന്റെ ഒരു ഫോക്കസ് അദ്ദേഹത്തിന്റെ അറസ്റ്റാണ്. പക്ഷെ അപ്പോഴൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത്?